ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ കോടതിക്ക് പുറത്തിറങ്ങിയിട്ട് ആദർശും നയനയൊക്കെ തങ്ങളുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. ആ സമയം CA വെല്ലുവിളിയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നേ. പക്ഷെ ആദർശ് പറഞ്ഞു, സാറേ നമുക്ക് വീണ്ടും കാണേണ്ടതായിട്ട് വരും. എന്റെ ഭാര്യ ഒരു തെറ്റും ചെയ്യാതെ ഭാര്യയെ കൊടുക്കാൻ ശ്രമിച്ച സാറിനെ ഞാൻ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ? അപ്പോഴേക്ക് CA പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടാ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ നീ ചെയ്യാൻ പറഞ്ഞു. ആദർശ് പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ പറയുമല്ല, ഞാൻ പ്രവർത്തിക്കാനാ പോന്നെ, അത് സാറിന് കാണാന്ന് പറഞ്ഞു. പിന്നീട് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. നന്ദുവിനാണെങ്കിൽ ആ സമയത്ത് പോണെന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഡ്യൂട്ടി സമയമല്ലേ, പോകാതിരിക്കാൻ പറ്റില്ല. CAയും കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നന്ദുവും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നവീനോട് ആദർശ് പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നീ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല, എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. നവീൻ പറഞ്ഞു, CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, നയനെ വെറുതെ വിടുമെന്നുള്ള കാര്യം. ആ ഒരു ധൈര്യത്തിലാണ് ഞാനും വന്നേന്ന് പറഞ്ഞു. പിന്നെ ആ CAയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ എനിക്ക് കൃത്യസമയത്ത് തന്നെ കിട്ടിയതുകൊണ്ട് കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞു. ഈ സമയത്ത് നയന പറഞ്ഞു, അല്ലെങ്കിലും എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു നവീനെ, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തടത്തോളം കാലം കോടതിയാണെങ്കിലും ജയിലാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആദർശ് പറഞ്ഞു, നിനക്ക് പേടിയില്ലായിരുന്നു, പക്ഷെ മറ്റുള്ളവർക്കായിരുന്നു പേടിയെന്ന് പറഞ്ഞു. നവീൻ പറഞ്ഞു, അത് ശരിയാ, എല്ലാവർക്കും നല്ല പേടി തന്നെ ഉണ്ടായിരുന്നു. എന്റെ മുത്തശ്ശനും എന്നോട് ഈ കാര്യം പറഞ്ഞേ, എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ നയനെ പുറത്തിറക്കണമെന്ന്. ഇതെന്റെ പ്രസ്റ്റേജിന്റെ ഒരു വിഷയം കൂടെ ആയിരുന്നു പറഞ്ഞു. ആ CA എന്നെ വെല്ലുവിളിച്ചല്ലേ, അപ്പൊ ഞാന് ഇവിടെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ മുന്നിലും എന്റെ മുത്തശ്ശന്റെ വില കളയുന്ന രീതി ആയിരിക്കില്ലെന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, അത് ശരിയാ. പിന്നീടാണ് ആദർശ് ആ കാര്യം ഓർക്കുന്നത്. അയ്യോ, അമ്മയെ വിളിച്ചു പറഞ്ഞില്ല, അമ്മയൊക്കെ നല്ല ടെൻഷനിലായിരിക്കും, ഞാനിന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, ഞാൻ വിളിക്കാം ആദർശേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നയന ആദർശിനായിരുന്നു ഫോൺ മേടിച്ച് ദേവേനയെ വിളിക്കുകയാണ്. നയനയുടെ ശബ്ദം കേട്ടിഞ്ഞപ്പോൾ ദേവേനിക്ക് ഭയങ്കര സന്തോഷമായി. മോളെന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ കരച്ചിലായിരുന്നു ദേവേനി. എന്നിട്ട് ചോദിച്ചു, അല്ല നിന്നെ കോടതി വെറുതെ വിട്ടോ? കോടതി വെറുതെ വിട്ടമ്മേ, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ തെറ്റുകാരില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. നവീൻ തെളിവുകളൊക്കെ കോടതി ഹാജരാക്കിയെന്ന് പറഞ്ഞു. പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദേവേനി പറഞ്ഞു, എനിക്കിപ്പോഴാ സമാധാനമായത്. എത്ര നേർച്ചകളും വഴിപാടുകളും ഞാൻ നടത്തിയെന്നറിയാവോ? എൻ്റെ മോൾക്കൊരു ആപത്തും കൂടാതെ മോള് പുറത്ത് വരണമെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ദേ മുത്തശ്ശനോടും മുത്തശ്ശിയോടും എല്ലാവരോടും പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, നിന്റെ മുത്തശ്ശിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ അച്ഛനൊരു വിഷമവും ഇല്ലായിരുന്നു. അച്ഛനോട് ഞാൻ പറഞ്ഞതാ എന്തെങ്കിലും നയന മോൾക്ക് വേണ്ടി ചെയ്യണോന്ന്, പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് അച്ഛൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു. നയന പറഞ്ഞു, സാരമില്ല, ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പം ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞു. ദേവേനി പിന്നീട് സന്തോഷത്തോട് കൂടിയിട്ട് മുത്തശ്ശിയുടെ അരിയിലേക്ക് എല്ലുവാണ്. മുത്തശ്ശിയോട് പറഞ്ഞു, അമ്മേ നയന മോളെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞു. മുത്തശ്ശിന് ഭയങ്കര സന്തോഷമായി, ഉള്ളിൽ ആ സന്തോഷമുണ്ട്. പക്ഷെ ദേവേനി നിൽക്കുന്നോണ്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു, ഇപ്പോഴേ എനിക്കൊരു സമാധാനമായത്, അല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? ഇല്ല, കോടതിയില് നവീന് സത്യങ്ങളൊക്കെ തെളിയിച്ചെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയായിരുന്നു നവീനായിരുന്നല്ലോ വാദിക്കാൻ പോന്നേ, അവൻ എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. അതേസമയം ദേവേനി പറഞ്ഞു, എന്റെ പ്രാർത്ഥനയുടെ ബലവാ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോൾക്കൊരാപത്തും വരില്ല എന്ന്, അവള് ഗർഭിണിയായിട്ടിരിക്കുന്ന സമയല്ലേ. പിന്നീട് ദേവേനി സന്തോഷത്തോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, ഇപ്പോഴാ ശരിക്കും ഒരു സമാധാനമായത്. ഞാൻ പറഞ്ഞില്ലേ വസുന്ധരെ, നവീനാണ് ബാധിക്കാൻ പോകുന്നെങ്കിൽ അവൻ നയനമോളെ പുഷ്പം പോലെ ഇറക്കിക്കൊണ്ട് വരുമെന്ന് എനിക്ക് അവനിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എങ്ങാനും ഇനിയിപ്പം നവീൻ തോറ്റു പോയിട്ടുണ്ടായിരുന്നെങ്കിലോ, അതിനുള്ള മറുപടി നിനക്ക് നേരത്തെ തന്നു കഴിഞ്ഞല്ലേ. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, എന്നാലും എനിക്ക് സങ്കടം അതല്ല, ഒരു ദിവസം നയനമോളെ അവര് ലോക്കപ്പിൽ കിടത്തിയില്ലേ, അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, പേടിക്കണ്ട, അതോർത്ത് നീ ഭയക്കണ്ട, നയനമോള് പുറത്തിറങ്ങിയല്ലോ, ഇനി വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആ CI അയാള് നമ്മുടെ ശത്രുക്കളുമായിട്ട് ചേർന്നിട്ട് ഈ പണി തന്നെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ അനന്തമൂർത്തി ആരെന്ന് ശരിക്കും ഞാൻ അവനെ അറിയിച്ചു കൊടുക്കാൻ പോകുന്നുള്ളൂ. ഇനി കളി കാണാൻ പോകുന്നുള്ളൂ വസുന്ധര എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ആദർശിനെ അടങ്ങിയിരിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല വസുന്ധരെ, ആദർശം ഒന്നുകൂടെ വാശി കൂടിക്കണം. ശരിക്കും പറഞ്ഞാല് ശത്രുക്കൾ ഇപ്പം ചെയ്തോണ്ടല്ലോ, അവർക്ക് ദോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ആദർശിനെ വീണ്ടും വന്ന് മാന്തിയിട്ടുണ്ട്. അപ്പൊ ആദർശ് വെറുതെ ഇരിക്കില്ല, ആദർശ് പ്രതികരിക്കുക തന്നെ ചെയ്യും.
തൻ്റെ ഭാര്യയെ കോടതി കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദർശ് വെറുതെ ഇരിക്കുമോ? ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, എന്നാലും ഇല്ല വസുന്ധര, നീ ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കൊച്ചുമോനാണ് ആദർശ്. നീ കണ്ടു, അധികം വൈകാതെ അവൻ്റെ ഭാര്യയുടെ കൈയും പിടിച്ച് അവനിങ്ങോട്ടേക്ക് കയറി വരും, സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിൽ ഒരു വിശ്വാസക്കുറവ് മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ എന്നിട്ട് പറഞ്ഞു, എടാ അവളെ കോടതി വെറുതെ വിട്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. അപ്പോഴേക്കും അബി പറഞ്ഞു, എന്ത് ചെയ്യാനെന്ന് പറ. ആ നവീന് അവനാണ് എല്ലാത്തിനും പാരയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇതിനു മുമ്പാണെങ്കിലും ഈ വീട്ടിലുള്ളവരൊക്കെ ജയിലിൽ കിടക്കണ്ടല്ലേ. അന്ന് നവീൻ വന്ന് ബാധിച്ചു അനാമയ്ക്കെതിരെ. എന്നിട്ടോ ഒടുവിൽ അവരെയൊക്കെ പുറത്തിറക്കിയില്ലെന്ന് ചോദിച്ചു. അത് ശരിയാ എടാ, പക്ഷെ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? നിനക്കെങ്ങാനും ഇതിനകത്ത് പങ്കുണ്ടോ? എനിക്കോ? എൻ്റെ അമ്മേ, ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ആ കാറിനകത്ത് എങ്ങനെ ആ സ്വർണം വന്നതാ, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിനക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലെന്നാണോ നീ പറയണേ? അമ്മ, എനിക്ക് പങ്കൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടാ, ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ സംശയമുണ്ട്. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് ചിലപ്പോ കാണും. കാരണം എന്ത് കുറ്റം വന്നാലും അവസാനം എൻ്റെ തലക്കിലല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, അതുകൊണ്ടാ എല്ലാവർക്കും സംശയമുണ്ട്. അപ്പോഴേക്കും അബി പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതെന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരുന്നാടാ. അവളെ എങ്ങാനും ലോക്കപ്പിലേക്ക് വിടാതെ നേരെ ജയിലിലേക്ക് വിടുവാണെങ്കിൽ നല്ല കാര്യമെന്ന് ഓർത്തിരുന്നായിരുന്നു. അവളെ ആ പോലീസ് ലോക്കപ്പിൽ നിന്ന് ജയിലിലേക്ക് വിട്ടാൽ മതിയായിരുന്നു. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ കാത്തിരുന്ന, പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതെങ്ങനെയാ? അതിനു മുമ്പ് ആ നവീൻ എത്തിയില്ലേ? അല്ലായിരുന്നെങ്കിലോ നമ്മളൊക്കെ ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞു. അവർക്ക് അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് നയനെ ആദർശം കൂടെ വീട്ടിലേക്ക് വരുവാണ്. ദാമുവിനും എലിസബത്തിനും ഒക്കെ സന്തോഷമായി. പിന്നീട് എലിസബത്ത് പറഞ്ഞു, എനിക്കറിയായിരുന്നല്ലേലും നയനമോള് വരുമെന്നുള്ള കാര്യം. നയനമോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ഞാൻ ദാമുവേട്ടനോട് നേരത്തെ പറഞ്ഞാന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ചേച്ചി, നമ്മൾ എന്തിനാ പേടിക്കണേ? തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. എലിസബത്ത് പറഞ്ഞു, എനിക്ക് പേടി അതൊന്നും ഓർത്തിട്ടായിരുന്നില്ല, മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്നല്ലോ, അതോർത്തായിരുന്നു പേടിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദാമു ചോദിച്ചു, ആരാ സാറേ, ശത്രുക്കളാണോ ഈ പണി ഒപ്പിച്ചതെന്ന് ചോദിച്ചു. ആദർശ് പറഞ്ഞു, ശത്രുക്കൾ തന്നെയാ, പക്ഷേ അവന്മാർക്ക് പൂട്ടാൻ പറ്റിയില്ല. അതിനു മുമ്പ് നയനെ രക്ഷിച്ചെടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പൊ നയനെ അതിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ ഇടിവെട്ടേറ്റ പോലെ നിന്നത് ഡേവിഡും നാഗേന്ദ്രനും ഒക്കെ ആയിരുന്നു. വക്കീൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ഡേവിഡ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നയനെ കുടുക്കി നേരെ ജയിലിലേക്ക് വിടാന്ന് ഓർത്തിരുന്നായിരുന്നു. ആ വകുപ്പില് അനന്തപുരിക്കാർക്ക് ഒരു പണി കൊടുക്കാന്ന് ഓർത്തിരുന്ന. പക്ഷെ അത് നടക്കാത്തതിന്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഡേവിഡിനുണ്ടായിരുന്നു. പിന്നീട് നാഗേന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേനും നാഗേന്ദ്രന് സഹിക്കാൻ പറ്റിയില്ല. ഇപ്പൊ 2ാം തവണയാണ്. ആദ്യ തവണ ആദർശനെ ഗൾഫിൽ വെച്ച് പൂട്ടാൻ ശ്രമിച്ചു, അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു. പിന്നെ ഇവിടെ ഇപ്പൊ പൂട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോ അവിടുന്ന് ആദർശ് ആദ്യം രക്ഷപ്പെട്ടു. ഇപ്പൊ നയനയും പുറത്തു വന്നിരിക്കുകയാണ്. നാഗേന്ദ്രൻ പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഡേവിഡെ, എത്രയും പെട്ടെന്ന് തന്നെ ഒരു പണി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. നാഗേന്ദ്രൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡേവിഡ് പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ട, ഇനി അബി ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാൻ പോവല്ലേ, അബി AN ജ്വല്ലറിയിലേക്ക് വരട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അവനിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഡേവിഡ് അബിയെ വിളിച്ചിട്ട് AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നാളെ വന്ന് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അബിക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അബി അങ്ങനെ നവ്യോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നവ്യ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഈ വീട്ടിലുള്ള ആർക്കും അത്ര സന്തോഷമൊന്നും കാണത്തില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് ഞാൻ കാത്തിരുന്നൊരു സമയടാ. ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടെന്നറിയോ നിനക്കൊരു ജോലി കിട്ടണമെന്ന്. മൂസ്തി ജ്വല്ലറിയെ ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച കാര്യമെന്ന് പറഞ്ഞു. അവി പറഞ്ഞു, വൈകിയാണെങ്കിലോ സംഭവിച്ചല്ലോ, ഇനി നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങും, എല്ലാം നീ കാരണമാണ് എന്നൊക്കെ പറഞ്ഞു നബിയെ പുകഴ്ത്തി വിടുന്നുണ്ട്. ഇതേസമയം കനകയും ഗോവിന്ദനും ഒക്കെ നയനെ പുറത്തിറങ്ങിയ കാര്യം പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കനക പറഞ്ഞു, അല്ലേലും എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളെ അത്ര പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റില്ല ഗോവിന്ദേട്ടാ. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ വെറുതെ ആയിരിക്കണം. ഇങ്ങനെ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലോ, ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവ്യയുടെ കോള് വരുന്നത്. നവ്യയെ വിളിച്ചിട്ട് കനകയോട് പറഞ്ഞു, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേന്ന് ചോദിച്ചു.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനക ചോദിച്ചു, അതെന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല, നയനെ പുറത്തിറങ്ങിയതിന്റെ സന്തോഷമായിരിക്കും അല്ലേ, പക്ഷേ നിങ്ങൾക്കൊരു സങ്കട വാർത്ത പറയാനാണ് ഞാനിപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനക ചോദിച്ചു, എന്താ സങ്കട വാർത്ത എന്താന്ന് ചോദിച്ചു. നാളെ മുതൽ അപ്പി എൻ ജ്വല്ലറിക്ക് പോകുക മാനേജറായിട്ട്. അവിടെ പോയി ജോയിൻ ചെയ്യുക. ഇനിയിപ്പം അവന് എൻ ജ്വല്ലറി മാനേജറായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. ലൗഡ് സ്പീക്കറിലായിരുന്നു ഫോണ്. ഗോവിന്ദനും കേട്ടു. ഗോവിന്ദനും ഒട്ടും സഹിക്കാൻ പറ്റിയില്ല ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.